ഹലോ ഗൈസ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പർ, AA എന്ന് പറഞ്ഞ പേപ്പറിലെ ഓഡിറ്റ് റിസ്കിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് കുറച്ച് നോക്കിയായിരുന്നു, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയത് അതിൻ്റെ തിയറി സൈഡാണ്. മീൻസ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടില്ല, ശരിയല്ലേ? ജസ്റ്റ് ഓഡിറ്റ് റിസ്ക് എന്താണെന്ന് പറഞ്ഞു, അതിനെ കുറച്ച് തിയറി പാർട്ട് പറഞ്ഞു, ഓഡിറ്റ് റിസ്കിൻ്റെ തന്നെ പല കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 മാർക്സിന് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരും? ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് വരും. സോ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ. എന്താണ് ഓഡിറ്റ് റിസ്ക് എന്നൊന്നുകൂടെ പറയുവാണ്. ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു ഓഡിറ്റർ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യാൻ പോകണം. സപ്പോസ് നമ്മുടെ FSൽ കുറേ മിസ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മീൻസ് കുറേ ഫ്രോഡും എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യുവാണ്, ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ, മീൻസ് ഒരു കറക്റ്റാണ്, FS ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ള ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ് എന്ത്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഇൻഹെറൻറ്റ് റിസ്ക് വരുന്നുണ്ട്, കൺട്രോൾ റിസ്ക് വരുന്നുണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് വരുന്നുണ്ട്. ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റിന് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കുറച്ച് ഇൻഹെറൻറ്റ് അവിടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാരണം വരുന്ന കുറച്ച് ഇറഗുലാരിറ്റീസ് കാരണം വരുന്നത് ഫ്രോഡും എററും, അവിടെ വരുന്ന ഫ്രോഡല്ല, കുറച്ച് എററൊക്കെയാണ് എന്ത് വരുന്നത്, ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പർ അല്ലാത്തത് കാരണം നമ്മുടെ എന്താണ് അവിടെ ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പർ അല്ലാത്ത കാരണം കുറച്ച് ഫ്രോഡ് കാര്യങ്ങളൊക്കെ കൂടുകയാണ്. ആ ഒരു റീസൺ കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ്, FS കറക്റ്റ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റാതിരിക്കുകയാണ്. ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഡിറ്ററിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു റിസ്ക്. മീൻസ് ഓഡിറ്ററിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന റിസ്ക് ആണെന്ത്, ഏക റിസ്ക് ആണെന്ത്, ഡിറ്റക്ഷൻ റിസ്ക്. ബാക്കി രണ്ടും കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന കാര്യങ്ങളാണ്. ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യുവാണ്, ഓഡിറ്ററിന് കറക്റ്റായിട്ട് അവരുടെ ആ ഒരു കമ്പനിയിൽ പോകുമ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ FSലെ ഫ്രോഡും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണെന്ന് പറയുന്നത് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ സാമ്പിൾസ് ഒക്കെ എടുത്താണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, സാമ്പിൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു 100 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 100 എണ്ണം പോയി എന്ത് ചെയ്യത്തില്ല, ചെക്ക് ചെയ്യത്തില്ല, കാരണം ഓഡിറ്ററിന് അത്രയും ടൈം കാണത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അതിലൊന്ന് 10 സാമ്പിൾ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ അത് ആ ഒരു ഇത് ഓഡിറ്റ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് ഓഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു 10 ട്രാൻസാക്ഷൻസിൽ എന്ത് കാണത്തില്ല, ഫ്രോഡ് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, FS ട്രൂ ആൻഡ് ഫെയർ എന്നൊരു ഒപ്പീനിയൻ കൊടുക്കും. മേ ബി ബാക്കി 90 ട്രാൻസാക്ഷൻസിൽ എന്ത് കാണും, ഫ്രോഡ് കാണും. അപ്പോൾ അവിടെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ വന്നില്ലേ, അതിനാണ് എന്ത് പറയുന്നത്, ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി എന്ത്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഓഡിറ്റ് റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവാണ്. എങ്ങനെയാണ് ACCAയുടെ ഒരു എക്സാമിന് ഓഡിറ്റ് റിസ്ക് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മെയിൻലി വരാൻ പോകുന്നത് ഓഡിറ്റ് റിസ്കിൻ്റെ പാർട്ടിയിൽ നിന്ന് എന്താണ്, ഡിറ്റർമൈൻ ദ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഓഡിറ്റ് റിസ്ക് ആൻഡ് പ്രൊവൈഡ് സം റെസ്പോൺസ് എന്നായിരിക്കും വരുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, നമുക്കൊരു സെനാരിയോ തരും. അതിലൊരു നമ്മളൊരു ഓഡിറ്റർ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഓഡിറ്റിന് പോയി എന്ന് പറയും. എന്നിട്ട് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ കമ്പനി എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തോ, കമ്പനി ഏതെങ്കിലും അസറ്റ് റീവാല്യൂ ചെയ്തോ, കമ്പനിയുടെ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, അങ്ങനെ കുറേ സെനാരിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് പറയും, ആ ഒരു സെനാരിയോയിൽ നിന്ന് എന്ത് പിക്ക് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് റിസ്ക് പിക്ക് ചെയ്യണം. അവിടെ നിന്ന് ഒരു ഓഡിറ്റ് റിസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിക്ക് ചെയ്യണം. നമുക്ക് നോർമലി ഒരു 6-7 റിസ്ക് ഒക്കെയാണ് എന്ത് വരുന്നത്, നമുക്ക് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. നമുക്ക് ഒരു റിസ്കിനും റെസ്പോൺസിനും അത്യാവശ്യം നല്ല മാർക്കും കിട്ടും. സോ ഓൾമോസ്റ്റ് ഒരു 20 മാർക്സിനാണ് എന്ത് വരുന്നത്, ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസിൻ്റെ ക്വസ്റ്റ്യൻസ് നോർമലി കണ്ടുവരാറ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് അതിന് എന്ത് കൊടുക്കണം, ഒരു റെസ്പോൺസ് കൊടുക്കണം. റെസ്പോൺസ് മീൻസ് ഈ ഒരു ഓഡിറ്റ് റിസ്ക്, ഈ ഒരു വന്നേക്കുന്ന റിസ്ക് എങ്ങനെയായിരിക്കണം നമുക്ക് മറികടക്കാൻ പറ്റുന്നത്, അതിനാണ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് 2 ടാസ്ക്കാണ് മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എന്ത് പിക്ക് ചെയ്യണം, ഓഡിറ്റ് റിസ്ക്കും പിക്ക് ചെയ്യണം, അതേപോലെ തന്നെ ആ സെയിം റിസ്കിന് നമ്മൾ എന്ത് കൊടുക്കണം, നല്ലൊരു റെസ്പോൺസും കൊടുക്കണം. സോ നമുക്ക് കുറച്ച് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന കുറച്ച് ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും ചോദിക്കാം. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും കംപ്ലീറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എന്താ വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനിലും എന്തായിരിക്കും, ഡിഫറൻറ്റ് ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും ആയിരിക്കും വരുന്നത്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസുമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. മീൻസ് എങ്ങനെയാണ് ഒരു ഓഡിറ്റ് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അതിൻ്റെ റിസ്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ബാക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം റിസ്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്
ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് പോകുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻറ്റ് കാണത്തില്ല. നിങ്ങൾ പഠിച്ച റിസ്ക് ഒക്കെ തന്നെ ആയിരിക്കും മെയിൻലി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്രീക്വൻലി ചോദിക്കുന്ന കുറച്ച് റിസ്ക് നോക്കാം, റിസ്ക്കും റെസ്പോൺസും. അപ്പം ആദ്യത്തെ ഒരു റിസ്ക് ആണെന്ത്, സപ്പോസ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുവാണ്, നമ്മുടെ കമ്പനി ഒരു അസറ്റ്, അവരുടെ ഒരു ബിൽഡിങ്ങോ എന്തിലെങ്കിലും കുറച്ച് എക്സ്പെൻഡിച്ചർ നടത്തി, കുറച്ച് ക്യാഷ് ചിലവാക്കി, അവരുടെ ബിൽഡിങ്ങിലോ ലാൻഡിലോ എന്തെങ്കിലും ഒരു അസറ്റിൽ കുറച്ച് ക്യാഷ് ചിലവാക്കി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുകയാണ്. മീൻസ് എ കമ്പനി ഹാസ് സ്പെൻഡ് മോർ മണി ഓൺ അപ്ഡേറ്റിംഗ്, റിപ്പയറിംഗ് ആൻഡ് റീപ്ലേസിംഗ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ മെഷീനറി. അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് പറയുവാണ്. ഇങ്ങനെ ഒരു സെനാറിയോ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ അവിടെ വരുന്ന മെയിൻ റിസ്ക് ആയിരിക്കും എന്ത്, നമ്മുടെ ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരും. മീൻസ് ഞാൻ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്സ് എല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ IAS 16 പ്രകാരം നമ്മൾ ഒരു അസറ്റിൻ്റെ മുകളിൽ ഒരു എക്സ്പെൻഡിച്ചർ നടത്തിയാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ശരിയല്ലേ? ഒന്നെങ്കിൽ അതെന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, ശരിയല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. നേരെ മറിച്ച് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ SOPയിൽ എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, കമ്പനി എന്ത് ചെയ്യും, കമ്പനി ഒരു അസറ്റിൻ്റെ മുകളിൽ ഒരു എക്സ്പെൻഡിച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാക്സിമം അതിൽ എന്താക്കാൻ നോക്കും. അവർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചെന്ന് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് SOPയിൽ ഒരു എക്സ്പെൻസ് ആണ്, SOPയിൽ അത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് പോകുന്നത്. എക്സ്പെൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താവും, പ്രോഫിറ്റ് കുറയും, പ്രോഫിറ്റ് അണ്ടർസ്റ്റേറ്റ് ആവും. പക്ഷേ ആ റവന്യൂ എക്സ്പെൻഡിച്ചർ എടുത്ത് ഒരു അസറ്റായിട്ട് കാണിച്ചാലോ, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചാലോ അവിടെ എന്തായിരിക്കും, അസറ്റിൻ്റെ വാല്യൂ കൂടും. കമ്പനിക്ക് നല്ലല്ലേ, കമ്പനിയുടെ SOFPയിൽ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ വാല്യൂ എന്താവും, ഓവർ സ്റ്റേറ്റഡ് ആയിട്ട് കിടക്കും. സോ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് നോർമലി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണെന്ത്, ഈ സംഭവം. മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ നേരെ എന്തായിട്ട് കാണിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കും. സോ ഇതാണ് ഇവിടെ വരുന്ന മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, മെയിൻ ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇഫ് ദിസ് എക്സ്പെൻഡിച്ചർ ഇസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ആസ് പാർട്ട് ഓഫ് PP, അല്ലേ? നമ്മളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നടത്തുമെങ്കിൽ അതെന്താക്കണം, ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യണം, അസറ്റിനൂടെ ആഡ് ചെയ്യണം, ശരിയല്ലേ? പക്ഷേ അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കൊരു നേരെ മറിച്ച് അത് റവന്യൂ ആയിട്ട് കാണിക്കാൻ പാടില്ല, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലായിട്ടും കാണിക്കാൻ പാടില്ല. സോ അത് രണ്ടും കറക്റ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ, അക്കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അസറ്റ് ഓവർ സ്റ്റേറ്റ് ആകും, അല്ലെങ്കിൽ എന്താവും, നമ്മുടെ എക്സ്പെൻസ് അണ്ടർ സ്റ്റേറ്റ് ആകും, അതുവഴി എന്താവും, പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ആകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റിസ്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെസ്പോൺസ് എഴുതി കൊടുക്കണം. മീൻസ് നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഒരു റിസ്ക് വരുമെന്ന് അറിയാം, ഇതെങ്ങനെയാണ് മറികടക്കേണ്ടത്, ഈ ഒരു റിസ്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ദ ഓഡിറ്റർ ഷുഡ് റിവ്യൂ എ ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് കോസ്റ്റ് ടു അസർട്ടൈൻ ദ സ്പ്ലിറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഫർദർ ടെസ്റ്റിംഗ് ഷുഡ് ബി അണ്ടർടേക്കൻ ടു എൻഷുർ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഓഡിറ്റിന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു കമ്പനിയുടെ അടുത്ത്, ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കണത്, നമുക്ക് ഇത്രയും ചിലപ്പോൾ ഒരു $10,000 ആണ് നമ്മൾ അസറ്റിൽ സ്പെൻഡ് ചെയ്യുമെന്ന് പറയും. അപ്പം നിങ്ങൾ ചോദിക്കണത്, ഈ ഒരു $10,000 ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കണം. അപ്പോൾ അവരെന്ത് തരും, ഒരു ഡോക്യുമെൻ്റ് തരും, അതിൽ ആ ഒരു കോസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺ കാണും. ചിലപ്പോൾ അതിലെന്തായിരിക്കും, ചിലപ്പോൾ ഒരു 8,000 എന്തായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, ഒരു 2,000 എന്ത് കാണുള്ളൂ, റവന്യൂ എക്സ്പെൻഡിച്ചർ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം, നിങ്ങൾക്ക് ഉടനെ FS എടുത്തിട്ട് നോക്കാം, എന്ത് ഇവരിങ്ങനെ തന്നെയാണോ ഇത് അക്കൗണ്ട് ചെയ്തേക്കുന്നത്, ഇവർ കറക്റ്റായിട്ടാണോ ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നേരിട്ട് ആ ഒരു ബ്രേക്ക് ഡൗണും നിങ്ങളുടെ FSും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാവുന്നേ ഉള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്, അതാണ് ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മുടെ നമ്മൾ ആദ്യത്തെ ഒരു ഫ്രീക്വൻലി ആസ്ക്ഡ് ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത് നോർമലി എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസുമാണ്. സോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെച്ചോ. പിന്നെ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ബാക്കി റിസ്ക്കും വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സെനാറിയോ തരും, നമ്മുടെ അടുത്ത് എന്ത് പറയും, ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ എന്ത് ചെയ്യുക, എഴുതണം, റിസ്ക് നമ്മുടെ റെസ്പോൺസും എഴുതി കൊടുക്കണം, മീൻസ് ഒരു സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റിസ്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത വരുന്ന റിസ്ക് ആണത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ്, നമ്മുടെ കമ്പനി ഒരു പേറ്റൻറ്റ് എന്തെങ്കിലും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് പർച്ചേസ് ചെയ്തെന്ന് പറയുകയാണ്, എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറോ കോപ്പിറൈറ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കമ്പനി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് പർച്ചേസ് ചെയ്തെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു റിസ്ക് ആണ്, ദ പർച്ചേസ് ഓഫ് എ പേറ്റൻറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻ ലൈൻ വിത്ത് IAS 30 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇറ്റ് മസ്റ്റ് ബി അമോർട്ടൈസ്ഡ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. Failure to properly account for the patent could result in overstatement of intangible assets and profits leading to financial misstatements. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ പ്രോപ്പർലി
റെക്കോർഡ് ചെയ്യത്തില്ല, പ്രോപ്പർലി അക്കൗണ്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ത് ചെയ്യും, ഒരു 50,000 രൂപയുടെ ഇൻടാഞ്ചിബിൾ അസറ്റാണ് ഇവർ പർച്ചേസ് ചെയ്തെങ്കിൽ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 30,000 ആയിട്ട് കാണിക്കും. കാരണം എന്താ, അതിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് അമോർട്ടൈസേഷൻ കാണിച്ചാൽ പോലെ എക്സ്പെൻസ് ആയിട്ട് കുറച്ച് അമോർട്ടൈസേഷൻ വരുള്ളൂ. പിന്നെ വേറൊരു റിസ്ക് ആണെന്ത്, ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കുറച്ച് കാണിക്കും. അസറ്റിൻ്റെ കോസ്റ്റ് സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. പക്ഷേ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ഒരു യൂസ്ഫുൾ ലൈഫൊക്കെ ചിലപ്പോൾ അവർ കൂട്ടിയോ കുറച്ചൊക്കെ കാണിക്കും. കാരണം എന്താ വെച്ചാൽ യൂസ്ഫുൾ ലൈഫിൽ ഒരു ചേഞ്ച് വന്നാൽ ചിലപ്പോൾ എന്താകും, അമോർട്ടൈസേഷൻ നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഇല്ലേ, അല്ലേ? അമോർട്ടൈസേഷൻ നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അമോർട്ടൈസേഷൻ കുറഞ്ഞാൽ എന്താ ബെനിഫിറ്റ്, എക്സ്പെൻസ് കുറയും. എക്സ്പെൻസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് കൂടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവർ എന്ത് ചെയ്യും, ചിലപ്പോൾ യൂസ്ഫുൾ ലൈഫിലൊക്കെ കുറയ്ക്കാനും കൂട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പം ഈ ഒരു ഇതാണെന്ത് നമ്മുടെ റിസ്ക്. നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂ എന്താകും, ചിലപ്പോൾ കമ്പനി കൂട്ടിയോ കുറച്ചോ കാണിക്കും. പിന്നെ യൂസ്ഫുൾ ലൈഫിലും കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ റിസ്ക്. അപ്പോൾ ഈ ഒരു റീസൺ കാരണം നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മേ ബി ഓവർ സ്റ്റേറ്റ് ആകാം, ആൻഡ് നമ്മുടെ പ്രോഫിറ്റ്സ് മേ ബി അണ്ടർ സ്റ്റേറ്റ് ആകാം. അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇനി നമ്മുടെ റെസ്പോൺസ് ആയിട്ട് പറയാൻ പോകുന്നത്. The audit team should verify the purchase price by reviewing supporting documentation and confirm the useful life of the patent. Additionally, they should recalculate the amortization charge to ensure its accuracy and confirm that the intangible asset is correctly valued at the year end. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, എന്ത് നമുക്ക് ആ ഒരു എന്ത് അസറ്റാണ് ഇവർ മേടിച്ചത്, ഇവരൊരു പേറ്റൻ്റാണ് മേടിച്ചെങ്കിൽ ആ ഒരു പേറ്റൻറ്റിന് എന്ത് വേണം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ഇവർ പർച്ചേസ് ചെയ്തത്, അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ഇവർ പർച്ചേസ് ചെയ്തെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് എന്ത് ചോദിക്കണം, റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്ര രൂപയുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചോദിക്കണം, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഒന്ന് കൺഫേം ചെയ്യണം. എത്ര നാളിലാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതല്ല, രണ്ടും കൺഫേം ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാകാം, നമ്മുടെ അസറ്റ് കറക്റ്റ്ലി വാല്യൂഡ് ആണോ, നമ്മുടെ യൂസ്ഫുൾ ലൈഫും കറക്റ്റ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു കിട്ടിയ യൂസ്ഫുൾ ലൈഫ്, നമ്മളിപ്പം ചോദിച്ചറിഞ്ഞ ഈ ഒരു യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അമോർട്ടൈസേഷൻ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. എന്തിലേക്ക്, FS ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം അമോർട്ടൈസേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. സെയിം ആണെങ്കിൽ ഓക്കെയാണ്, അവിടെ ഫ്രോഡോ അവിടെ ആ റിസ്ക് എന്തായി പ്രശ്നമൊന്നുമില്ല. ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ഒരു റിസ്ക് ഉണ്ട്, അവിടെ നമ്മുടെ അതെന്തായിരിക്കും, അമോർട്ടൈസേഷൻ ഓവർ സ്റ്റേറ്റഡോ അണ്ടർ സ്റ്റേറ്റഡോ ആകാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണെന്ത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസിലുള്ള റിസ്ക് വരുന്നത്. ഇനി അടുത്തൊരു റിസ്ക് ആണെന്ത്, മെയിൻലി എപ്പോഴും ചോദിച്ചു വരുന്ന റിസ്ക് ആണെന്ന്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. നമ്മുടെ കമ്പനി ഒരു അസറ്റ് റീവാല്യൂ ചെയ്യുവാണ്, അപ്പോൾ വരുന്ന റിസ്ക് ആണെന്ത് ഇനി പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മുടെ കമ്പനി അവിടെ ഒരു ബിൽഡിംഗ് റീവാല്യൂ ചെയ്തെന്ന് വിചാരിക്കും. 50,000 രൂപയുടെ ഒരു ബിൽഡിംഗ് ഇപ്പോൾ എത്ര ആക്കി, 1 lakh ആക്കി റീവാല്യൂ ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ അനാവശ്യമായിട്ട് കൂട്ടിക്കാണിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ. കാരണം ഇവരുടെ സ്വന്തം ബിൽഡിംഗ് ആണ്, ഇവർക്ക് വെറുതെ എന്താക്കാം, കൂട്ടിക്കാണിക്കാനുള്ള ചാൻസ് ഹൈ ആണ്. കാരണം അസറ്റാണ്, അസറ്റ് കൂട്ടിക്കാണിച്ചാൽ അത്രയും നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനിലെ കമ്പനി നിൽക്കുന്നത് എന്താകും, ഷെയർ ഹോൾഡേഴ്സും ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു തോന്നൽ വരും, ശരിയല്ലേ. അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, മേ ബി എന്ത് ചെയ്യും, അസറ്റിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതാണ് ഈ ഒരു റീവാലുവേഷൻ്റെ സമയത്ത് വരുന്ന നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ആർ ഷെഡ്യൂൾഡ് ഫോർ റീവാലുവേഷൻ അറ്റ് ദ ഇയർ എൻഡ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു സെനാറിയോ വരുന്നത്. നമ്മുടെ കമ്പനി ഒരു റീവാലുവേഷൻ അസറ്റ്സ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു സെനാറിയോ തരും. This revaluation must comply with IAS 16 PPE to ensure accurate reporting. Failure to do so could lead to misstatement of non-current asset values in the financial statements. നമുക്ക് ഈ ഒരു റീവാലുവേഷൻ എന്ത് പ്രകാരമായിരിക്കും നടത്തേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഏതാ, PPE പ്രകാരം, IAS 16 പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ആ അസറ്റ് റീവാല്യൂ ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്താലാണ് ഞാനിപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്ത്, ചിലപ്പോൾ അസറ്റ് എന്തായിരിക്കും ഓവർ സ്റ്റേറ്റഡ് ആയിട്ടൊക്കെ കിടക്കും FSൽ. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് വരുമെന്ന് നമുക്കറിയാം. ഇനി തന്നെ എന്ത് പറഞ്ഞു കൊടുക്കണം, സൊല്യൂഷൻ അഥവാ റെസ്പോൺസ് പറഞ്ഞു കൊടുക്കണം. Discuss with the management the process adopted for undertaking the valuation, including whether the whole class of assets was revalued, and if the valuation was undertaken by an expert, this process should be reviewed for compliance with IAS 16. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പോയി ചോദിക്കണത്, എന്ത് ബേസിസിലാണ് നമ്മൾ ഈ ഒരു അസറ്റിനെ റീവാല്യൂ ചെയ്തത്. നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒരു ലാൻഡ് ആണെങ്കിൽ നമ്മളൊരു ലാൻഡിൻ്റെ ബ്രോക്കറിൻ്റെ അടുത്ത് പോയിട്ട് മാർക്കറ്റ് വാല്യൂ ചോദിച്ചിട്ടാണോ ഇത് റീവാല്യൂ ചെയ്തത്, അതോ നിങ്ങൾ വെറുതെ നിങ്ങളുടെ മൈൻഡിൽ തോന്നിയ എമൗണ്ട് റീവാല്യൂ ചെയ്തതാണോ, എന്ത് ബേസിലാണ് നിങ്ങൾ ഇത് ചെയ്തത്, റീവാല്യൂ ചെയ്തതെന്ന് ജസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പോയി ചോദിക്കണം. പിന്നെ അടുത്തൊരു സംഭവമാണെന്ത്, ഹോൾ ക്ലാസ് ഓഫ് അസറ്റ്സ് വാസ് റീവാല്യൂഡ് ഓർ നോട്ട്. നമുക്ക് IAS 16 പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു അസറ്റ് റീവാല്യൂ ചെയ്യുവാണെങ്കിൽ ആ ഒരു ക്ലാസ്സിലെ എല്ലാ അസറ്റ്സിനും എന്ത് ചെയ്യണം, റീവാല്യൂ ചെയ്യണം. ഇപ്പോൾ ഒരു ലാൻഡ് കമ്പനിയിൽ റീവാല്യൂ ചെയ്യുവാണെങ്കിൽ എല്ലാ ടൈപ്പ് ലാൻഡും എന്ത് ചെയ്യണം, അവിടെ കമ്പനിയുടെ കയ്യിലുള്ള ലാൻഡ് എല്ലാം എന്ത് ചെയ്യണം, റീവാല്യൂ ചെയ്യണം. ഹോൾ ക്ലാസ് ഓഫ് അസറ്റ്സ് ആണ് കമ്പനി എന്ത് ചെയ്യേണ്ടത്, റീവാല്യൂ ചെയ്യേണ്ടത്. കമ്പനി ഒരു അസറ്റ് റീവാല്യൂ ചെയ്താൽ ആ ടൈപ്പ് ആയിട്ടുള്ള എല്ലാ അസറ്റ്സിനും എന്ത് ചെയ്യണം, റീവാല്യൂ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ അതും കൂടെ ചോദിക്കണം,
ഈ ഒരു അസറ്റ് റീവാല്യൂ ചെയ്യുന്ന സമയത്ത് ബാക്കി ആ ഒരു അസറ്റിൻ്റെ ക്ലാസ്സിലുള്ള ബാക്കി അസറ്റ്സും റീവാല്യൂഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ അത് സ്റ്റാൻഡേർഡിനെതിരാണ്, പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വാല്യുവേഷൻ ചെയ്ത് എക്സ്പേർട്ടിനെ വെച്ചാണോ? നമുക്ക് എക്സ്പേർട്സ് വേണം. നമുക്ക് ജസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറിന് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ ഇനി അടുത്ത വർഷം ഇത്രയാണ്, അങ്ങനെ പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അവിടെ ഒരു എക്സ്പേർട്ടാണ് വേണ്ടേ. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കേസിലാണെങ്കിൽ സ്ഥലത്തിൻ്റെ ബ്രോക്കേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കണം. അപ്പോൾ അങ്ങനെ എക്സ്പേർട്ടിനെ വെച്ചാണോ ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എന്നിട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഇതെല്ലാം IA-16 കംപ്ലയൻസ് വരുന്നുണ്ടോ ഇല്ലയോ, IA-16 പ്രകാരമല്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാ നമ്മളെന്ത് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് എന്ത് ബേസിസിലാണ് ഈ ഒരു റീവാല്യൂഷൻ ചെയ്തത്, എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഹോൾ ക്ലാസ് ഓഫ് അസറ്റ്സ് റീവാല്യൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ആരുടെ അടുത്ത് പോയി ചോദിക്കണം, മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കണം. എന്നിട്ട് ഇതെല്ലാം IA-16 പ്രകാരമല്ല ചെയ്തേക്കുന്നത് നോക്കുക, കൺഫേം ചെയ്യുക. ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ അഥവാ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഓഡിറ്റ് റിസ്ക് ആണെന്ത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം, നമ്മൾ ആസ് പെർ IAS-38 ഒരു റിസർച്ച് എക്സ്പെൻസ് വന്നാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ SOPL എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇഫ് ഇറ്റ് മീൻസ് ദ പൈറേറ്റ് ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അസറ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് SOFPയിലായിരിക്കണം കാണിക്കേണ്ടത് അല്ലേ. സപ്പോസ് നമ്മുടെ കമ്പനി ഒരു റിസർച്ച് എക്സ്പെൻഡിച്ചർ നടത്തി, പക്ഷേ അവരതിനെ എന്തായിട്ട് കാണിച്ചില്ല, റിസർച്ചിന് പകരം എന്തായിട്ട് റിസർച്ചായിട്ട് കാണിച്ചില്ല, പകരം എന്തായിട്ട് കാണിച്ചു, ഒരു ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചിട്ട് SOFPയിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്ന വിചാരിക്കും. അവിടെ എന്താണ് പ്രശ്നം, റിസർച്ച് എക്സ്പെൻസ് ആയിട്ട് SOPയിൽ കാണിക്കേണ്ട ഒരു സംഭവത്തിനെ നമ്മൾ ഒരു അസറ്റായിട്ട് കാണിച്ചു. അവിടെ എന്താവും, നമ്മുടെ എക്സ്പെൻസ് എന്താവും, അണ്ടർസ്റ്റേറ്റഡ് ആവും. അപ്പോൾ എന്താവും, പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഇല്ലാത്തൊരു അസറ്റിനെയാണ് കൊണ്ട് കാണിച്ചത്, അപ്പോൾ എന്താവും, അസറ്റ്സും ഓവർ സ്റ്റേറ്റഡ് ആവും. അപ്പം ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഇവിടെയും ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ IA-16 മറ്റേ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സൊല്യൂഷൻ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ പോയിട്ട് കമ്പനിയുടെ അടുത്ത് ചോദിക്കണം, ഈ ഒരു എക്സ്പെൻഡിച്ചറിന് ബ്രേക്ക് ഡൗൺ തരാൻ പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒരു 50,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, R&Dയിൽ സ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ അവരെൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ തരും. ചിലപ്പോൾ ഒരു 30,000 ആയിരിക്കും റിസർച്ച്, ബാക്കി 20,000 ആയിരിക്കും ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം FSലേക്ക്. 30,000 തന്നെയാണോ റിസർച്ച് ആയിട്ട് പോയിരിക്കുന്നത്, 20,000 തന്നെയല്ലേ ഡെവലപ്മെൻ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൺഫേം ചെയ്യാം അത് IAS-38 പ്രകാരം തന്നെയല്ലേ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഇതിൻ്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് ഒരു നമ്മുടെ ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കി. അപ്പോൾ നമ്മൾ കുറേ അത്യാവശ്യം 3-4 റിസ്ക് റെസ്പോൺസ് നമ്മൾ നോക്കിയുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതൽ റിസ്ക് റെസ്പോൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ റിസ്ക്കും റെസ്പോൺസും ഡിസ്കസ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എല്ലായിടത്തും ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ ചെയ്താണ് പഠിക്കേണ്ടത്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ കിറ്റിലെ ആൻസറുമായിട്ട് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ആ റിസ്ക് വരുന്നത്, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐഡിയ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക നിങ്ങളുടെ കോൺസെപ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.